പാഴായിപ്പോയ 10 വർഷങ്ങൾക്ക് പ്രായശ്ചിത്തമായി അജാനൂർ പഞ്ചായത്തിൽ UDFനെ തിരിച്ചധികാരത്തിലേക്ക് എത്തിക്കാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അജാനൂർ പഞ്ചായത്ത് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുതിപ്പ് 2025-30 അജാനൂർ പഞ്ചായത്ത് UDF പ്രകടന പത്രിക പുറത്തിറക്കി. പാഴായിപ്പോയ 10 വർഷങ്ങൾക്ക് പ്രായശ്ചിത്തമായി അജാനൂർ പഞ്ചായത്തിൽ UDFനെ തിരിച്ചധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അജാനൂർ പഞ്ചായത്ത് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2010-15 കേരളത്തിനാകെ മാതൃക സൃഷ്ടിച്ച PP നസീമ ടീച്ചർ, P ബാലകൃഷ്ണൻ നേതൃത്വം നൽകിയ UDF ഭരണസമിതി മികവിലെത്തിച്ച പഞ്ചായത്തിനെ പടുകുഴിയിലെത്തിച്ച ഭരണമാണ് ഇക്കഴിഞ്ഞ 2 ടേമിലായി LDFൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞുപോയതെന്നും UDF തുടങ്ങിവെച്ച മാവുങ്കാൽ ബസ് ബേ അതിനുശേഷം 1 ഇഞ്ച് അനങ്ങിയില്ലെന്നും മാവുങ്കാലിലെ കളിസ്ഥലം നവീകരിച്ചില്ലെന്നും ഇവർ ആരോപിച്ചു. വോട്ട് ചോദിക്കുന്ന പ്രക്രിയയിൽ പോലും അതിൻ്റെ കടലാസ് പോലും കൃത്യമായി സൂക്ഷിക്കാനോ അത് വേണ്ട വിധം പ്രവർത്തിക്കാനോ കഴിയാത്ത വിധം ഒരു ഒരു പണ്ട് CH പറഞ്ഞ വാക്കിൽ EGM തൊഴുത്ത് പോലെ ആയിട്ടുണ്ട് അജാനൂർ പഞ്ചായത്തിൽ ഇന്നത്തെ അവസ്ഥ. ടീച്ചറുടെ കാലത്താണ് മാവുങ്കാലിൽ ആദ്യമായി സ്റ്റേഡിയം മാവുങ്കാലിൽ അർദ്ധാശ്രമത്തിൽ നമ്മുടെ നിർമ്മിതി കേന്ദ്രത്തോട് ചേർന്നുകൊണ്ട് നിർമ്മിച്ചത്. ടീച്ചറുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഉദ്ഘാടനം നടന്നത്. ആ സ്റ്റേഡിയം ഇന്നുവരെ ആ ഉള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചു നീങ്ങിയിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ ഈ പ്രാവശ്യത്തെ അവരുടെ പ്രവർത്തന സംബന്ധിച്ച് അവർ പുറത്തിറക്കിയ ഒരു രേഖയുണ്ട്, നിങ്ങൾക്ക് കിട്ടിയത് അറിഞ്ഞുകൂടാ. ആ രേഖയിൽ ആദ്യത്തെ ഇനം മാവുങ്കാൽ ബസ് ബേ യാഥാർത്ഥ്യമാക്കിയത്. മാവുങ്കാൽ ബസ് ബേ ടീച്ചർ പ്രസിഡന്റായിട്ടുള്ള സമിതി അവിടെ ഭൂമി നിരപ്പാക്കി. അവിടെ ഉണ്ടായിരുന്ന ടാങ്ക് ഉണ്ടായിരുന്നു, പഴയ ഒരു വാട്ടർ ടാങ്ക്. മാനവനൊക്കെ അറിയാൻ തോന്നുന്നു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ബഷീർ വെള്ളിക്കോത്ത്, രക്ഷാധികാരി PV സുരേഷ്, ചെയർമാൻ മുബാറക്ക് ഹസൈനാർ ഹാജി, ജനറൽ കൺവീനർ എക്കാൽ കുഞ്ഞിരാമൻ, ട്രഷറർ CV തമ്പാൻ, വൈസ് ചെയർമാൻ ബഷീർ ചിത്താരി തുടങ്ങിയവർ സംബന്ധിച്ചു. കുതിപ്പ് 2025-30 അജാനൂർ പഞ്ചായത്ത് UDF പ്രകടന പത്രികയും പുറത്തിറക്കി. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പഞ്ചായത്താണ് അജാനൂരെന്നും പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള അവസ്ഥയിൽ നിന്നും സമ്പൂർണമായ പ്രാദേശിക ഭരണകൂടമായി ഗ്രാമപഞ്ചായത്തുകൾ മാറിയത് 1991-96 കാലത്തെ നരസിംഹറാവു ഗവൺമെൻറ്റും K കരുണാകരൻ സർക്കാരും നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമനിർമ്മാണാനന്തരം 1995 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഭരണസമിതി മുതലാണെന്നും ഇവർ പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ബഷീർ വെള്ളിക്കോത്ത്, രക്ഷാധികാരി PV സുരേഷ്, ചെയർമാൻ മുബാറക്ക് ഹസൈനാർ ഹാജി, ജനറൽ കൺവീനർ എക്കാൽ കുഞ്ഞിരാമൻ, ട്രഷറർ CV തമ്പാൻ, വൈസ് ചെയർമാൻ ബഷീർ ചിത്താരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.